അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ 7:23 നേരെ കന്യാകുമാരിക്ക് പോയിക്കൊണ്ടിരിക്കുക. കന്യാകുമാരി പോകണ്ട, നാഗർകോവിൽ അവിടെ ഒരു പരിപാടിയുണ്ട്. പരിപാടിക്ക് പോവാണ്. ഉമ്മയുണ്ട്, ഡാഡിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് മിക്കാനും ഒരു ഫാമിലി വ്ളോഗായിരിക്കണം. ടോള് കൊടുക്കാതെ എങ്ങനെ പോവാം കോവളത്തേക്ക്? ടോളിൽ ഗേറ്റിൻ്റെ ബോർഡ് കാണുമ്പോൾ എത്ര മുന്നേ ഇടത്തോട്ടൊരു വഴിയുണ്ട്. അതായത് ഇത് സ്റ്റുഡിയോ ജംഗ്ഷൻ എന്ന് പറയും. കാണിച്ചത് ഒരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് വലത്തോട്ട് തിരുവല്ലത്ത് വരണം. തിരുവല്ലം ജംഗ്ഷൻ വന്നിട്ട് ഇടത്തോട്ട് കയറി നേരെ പോയാൽ ടോളിൻ്റെ അപ്പുറത്തെത്താം. ടോൾ കൊടുക്കാതെ പോവാം. ഒരു കാറിന് 155 രൂപയാണ് ടോള് അവർ മേടിക്കുന്നത്. ഈ റോഡും കുഴപ്പമില്ല. 155 രൂപ കൊടുക്കാനും താല്പര്യമുള്ളവർക്ക് കൊടുക്കാം, കൊടുത്തു പോകാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് ഈ വഴി പോവാം. ഇതാകുമ്പോൾ തിരക്കുണ്ട്, കുറച്ച് തിരക്കുണ്ട്. എന്നാലും 155 രൂപ 1 ലിറ്റർ പെട്രോള് ലാഭിക്കാം. തിരുവല്ലം കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇതുപോലൊരു ജംഗ്ഷൻ വരും. ഇതുപോലത്തെ റോഡ് വരും. പാച്ചല്ലൂർ വേങ്ങൂർ റോഡ്. അവിടെ നിന്ന് വലത്തോട്ട് പോകണം. വലത്തോട്ടാ പോകുള്ളൂ. നൂറാണി വൈദ്യശാല, അത് നേരെ തന്നെ പോകണം. ഇടത്തോട്ട് പോകരുത്, വലത്തോട്ട് തന്നെ പോകണം. നേരെ ചെന്ന് കയറുന്നത് ഹൈവേ തന്നെയാണ്. അപ്പൊ നമ്മൾ ഹൈവേ എത്തി. ഒരു 5 മിനിറ്റ് എടുത്തു. അവിടെ നിന്ന് തിരുവല്ലത്തുനിന്ന് നമുക്ക് ഇങ്ങനെ തിരിഞ്ഞുവിടാൻ വരാൻ. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് വരാം. 1 മിനിറ്റ് കൊണ്ട് വരാം. നമ്മൾ അതായത് കോവളം ഹൈവേ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹൈവേ. ഇന്ന് സൈക്കിള് പരിപാടിയുണ്ട്. ഫിറ്റ്നസിന് വേണ്ടിയാണ്. പോലീസുകൊണ്ട് എന്താണ് ഒരു വണ്ടി ചവിട്ടി കൊടുത്താൽ. അപ്പോൾ ഹൈവേ കയറിയേക്കാം. ചേട്ടാ, കോവളം 4 കിലോമീറ്റർ, കന്യാകുമാരി 2 കിലോമീറ്റർ. അപ്പൊ നമ്മളെന്തിനാട്ടാ ഇവിടെ പോണ? നാറൂര് പോണ എന്തിനാ? ആമിയുടെ ഗ്രാജുവേഷന് പോവാണ്. ആമിനെ കോളേജ് എത്തിയിട്ട് കാണിക്കാം. ആമി ഇതുവരെ എന്റെ ബ്ലോഗിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല ആമി? എന്താ ബ്ലോഗിൽ വരാത്തെ? ആമി ഹോസ്റ്റലായത്. എവിടെ? സൂപ്പർ വഴിയല്ലേ? കോവളം ഹൈവേ റോഡാട്ടോ. അപ്പൊ കളിക്കാവിള കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ദൂരം കൂടിയേ ഉള്ളൂ ഇവിടെ പഠിച്ചിരുന്ന കോളേജിലേക്ക് പോകാൻ വേണ്ടി. ഇത് തമിഴ്നാടാണോ അല്ലേ? ഇത് തമിഴ്നാടും ഇത് കേരളമോ? അല്ല, അത് കഴിഞ്ഞ് അല്ലേ? ഇപ്പൊ മൊത്തത്തിൽ തമിഴ്നാട്ടില. ഒഫീഷ്യലി നമ്മൾ തമിഴ്നാട്ടിലാണ്. അപ്പൊ വോട്ടർ കഴിഞ്ഞല്ലേ? ഇവിടെ ഒരു ആർടിഒ ചെക്കിംഗ് പോസ്റ്റ് ഉണ്ടല്ലോ, അതും കഴിഞ്ഞു. മറ്റേ വഴി വരുമ്പോഴല്ലേ? അപ്പൊ അരമണിക്കൂറിൽ നമ്മൾ എത്തും. അപ്പൊ പോണ വഴിക്ക് എവിടെയെങ്കിലും പമ്പില് എവിടെയെങ്കിലും നിർത്തണം. ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പായി ഡ്രസ്സ് മാറാൻ വേണ്ടി. രാവിലെ ആയതുകൊണ്ട് ലോക്കൽ ഡ്രസ്സിലൊക്കെ വന്ന് പോവാ. ഇനിയിപ്പോൾ പമ്പിൽ എത്തിയിട്ട് ഡ്രസ്സപ്പ് ആവും. ദേ KSRTC പോകണം. കണ്ട ഇവരൊക്കെ എന്ത് പറയാനാ? കേരളത്തിൽ ഇങ്ങനെ, തമിഴ്നാട്ടിൽ വന്ന് ഇങ്ങനെ തന്നെ കാണിക്കണം. ഈ കുത്തി ഇറക്കിയാ പോണവന്മാര്. സ്കൂൾ ടൈമിൽ കണ്ട സ്കൂൾ ബസ് നടക്കുന്നു. ഒരു നോട്ടമില്ല. അവന്മാരെ വോട്ട് നോക്കി അവന്മാർ പോകും. ബാക്കിയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കത്തൊന്നുമില്ല അവന്മാര്. അപ്പൊ ഒഫീഷ്യലി തമിഴ്നാട്. അപ്പൊ ഡ്രസ്സ് മാറാൻ വേണ്ടി പമ്പിൽ നിർത്തി. അപ്പൊ അത്ത ഡ്രസ്സ് മാറാൻ വേണ്ടി പോയതാണ്. നിനക്കൊന്നും വേണ്ട? ഉമ്മാക്കൊന്നും മാറണ്ടേ? അമ്മ ഉമ്മച്ചെല്ലാം റെഡി ആയിട്ടാണ് വേണ്ടി ഇറങ്ങിയത്. അത്ത റെഡി ആയില്ല. അപ്പൊ ഇനി ഡ്രസ്സൊക്കെ മാറി ഇവിടെ നിന്ന് 15 മിനിറ്റ് ബ്രേക്കാണ്. ഇവിടെ നിന്ന് 1 അരമണിക്കൂർ കൂടി ഉണ്ട്.
അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കോളേജ് എത്തിയിട്ട് ബാക്കി. അപ്പോൾ കുമാരകോവിലാണ് നമ്മുടെ കോളേജ്. എന്താണ് നിച്ച എന്തെങ്കിലും ആക്കട്ടെ. കന്യാകുമാരി ഡീം ടു ബി യൂണിവേഴ്സിറ്റി, എല്ലാം ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയാലും യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ആവാൻ പോണു എന്നാണ്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഈ കോളേജിലേക്ക് പോകാനുള്ള വഴിയാണ്. ഈ കോളേജിലേക്ക് പോകാനുള്ള വഴി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു പ്രകൃതി ഭംഗി, ഗ്രാമീണ ഭംഗിയൊക്കെ ഉള്ള സ്ഥലം. ഇവിടെ ഒരു വാഴത്തോട്ടം ഉണ്ടാകുന്നില്ല. എന്താണ് കനാലാണ്? കുളമോ? അത്രയും വലിയ കുളം തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാഴത്തോട്ടം, ഇവിടെ മൊത്തം വാഴത്തോട്ടം. താഴത്ത് വാഴ, ചെറിയ വാഴ, പൊക്കത്ത് വലിയ വാഴ, ബാക്കില് 2 വാഴകൾ വേറെ. വലിയൊരു വാഴ പച്ച ഷർട്ടിട്ട് വണ്ടി ഓടിക്കുന്നല്ലേ. അപ്പൊ വാഴത്തോട്ടം കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ കോളേജ് എത്തും. ആ മലയിൽ അവിടെയാണടി കോളേജ്. മലയുടെ താഴെ ഞാൻ പറയാം എവിടെയാണ് മറ്റേ സാധനം വാഴത്തോട്ടം കാണിക്കും. ചാടാൻ പറ്റിയ സ്ഥലം, വാഴത്തോട്ടം, തെങ്ങുംതോട്ടം, മൊത്തം നല്ല അടിപൊളി പ്ലേസാണ് ഈ കോളേജ് ഇരിക്കുന്നത്. അതാണ് ഈ കോളേജിന് പ്ലസ് പോയിന്റ്. എക്കോ ഫ്രണ്ട്ലി ആണ്. എക്കോ ഫ്രണ്ട്ലി. കുമാരകോവിൽ. ഈ കോവിലിന്റെ അടുത്താണ് ഈ കോളേജ്. കോവിലൂടെ കോവിൽ ഇതാണ് നേരെ കാണുന്നതാണ് കോവിൽ. ഇടത്തോട്ട് തിരിഞ്ഞ കോളേജ്. വെൽക്കം ജോയിൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. സംഭവം ഇതിൻ്റെ ഗ്രാജുവേഷൻ്റെ ഒരു. അപ്പോൾ നമ്പർ 1 യൂണിവേഴ്സിറ്റി കന്യാകുമാരിയിലെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ 33rd കോൺവൊക്കേഷൻ ആണ് ഗ്രാജുവേഷൻ ഒന്നാണ്. എനിക്ക് അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അപ്പൊ കോളേജിന്റെ അകത്ത് എൻട്രി ചെയ്തേക്കാണ്. നോർ ഇസ്ലാം സെന്റർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. വെൽക്കം ചെയ്യാൻ സാറുമാർ തൊട്ട് എല്ലാ ആൾക്കാരും പുറത്തുണ്ട്. എല്ലാ കിട്ടിലും വലിയ പാർക്കിംഗ് ആണ്. ബസ് പാർക്കിങ്ങിന്റെ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഗ്രാജുവേഷന് വന്നിട്ട് വണ്ടി കിടന്ന് പാർക്കിങ്ങിൽ കിടന്ന് ഉറങ്ങിക്കളഞ്ഞു. 1 മണിക്കൂർ കിടന്ന് അങ്ങോട്ട് ഒറ്റ ഉറക്കം. 2 ദിവസമായിട്ട് മര്യാദക്കൊന്നും ഉറങ്ങിയില്ല. അപ്പോൾ അതിനിടയിൽ ഉറങ്ങി. And remain standing until the procession moves out of the convocation hall. പരിപാടി തുടങ്ങി. When your name is called out, proceed to the stage from the left side and leave the dais to the right side guided by the ushers. നമ്മള് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് അൽഹംദുലില്ലാ സന്തോഷം. അത്രേ ഉള്ളൂ. ഒരു മക്കള് വിജയിക്കുമ്പോൾ ആ വിജയം കാണുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെയാണ്. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി എന്നാ ഫുഡ് കൂപ്പൺ ഉണ്ട്, ഫുഡ് കഴിക്കുക. അവൾക്കാണെങ്കിൽ മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നേരെ പരിപാടി കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടി ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി വരുന്നു.
നല്ല ബിരിയാണി കിട്ടി. വെറൈറ്റി ബിരിയാണി. അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഒരു വിശ്രമത്തിന് വേണ്ടി കാറിലേക്ക് പോവാം. ഇനി AC ഇട്ട് കുറച്ച് നേരം ഉറങ്ങാം. ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് എന്തോ മീറ്റിങ്ങും കൂടി ഉണ്ടെന്ന് പറയണ കേട്ടോ. വണ്ടി ഇത് എവിടെ കിടക്കണം, വണ്ടിയിലേക്ക് പോകണം. അപ്പോൾ ഗ്രാജുവേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ കന്യാകുമാരി പോകാമെന്ന് പറഞ്ഞു. കന്യാകുമാരിക്ക് പോയിക്കൊണ്ടിരിക്കണം. അവിടെ ടോളെത്തിയിട്ട് ഇതെന്താ വണ്ടി പോകാത്ത ഫ്രണ്ടിലേക്ക്. ആമി ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ആമി? ഉറങ്ങിയാ? ഉറങ്ങിയെന്ന് തോന്നുന്നത്. ഇതിൽ പൈസ ഉണ്ടോ ഫസ്റ്റ് അതിന് അറിയില്ല. ആവുന്നില്ലല്ലോ. അപ്പോൾ ഒരു മിനിറ്റ് സ്റ്റക്കായ പുറത്ത് പണിയായെന്ന് ഓർത്ത് എന്താണ് ഇനി ഫാസ്റ്റാഗ് വർക്കാണുള്ളത്. അല്ലെങ്കിൽ ഇരട്ടി പൈസ ഇനി കൊടുക്കണം ഫാസ്റ്റാഗിൽ. അപ്പോൾ ഫാസ്റ്റാഗ് വർക്കായില്ലേ, ഫാസ്റ്റാഗിൽ ഇനി പോയാൽ. അപ്പോൾ ഇവിടെ കരിക്കും ടോള് കഴിഞ്ഞപ്പോൾ കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. പത്താക്ക്. അപ്പോൾ സമയം 11 മണിയായി. അപ്പോൾ ഏകദേശം വീടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് കന്യാകുമാരിക്കുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ആഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ്റെ വീഡിയോ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.